إن الله وملائكته يصلون على النبي. السلام عليكم ورحمة الله وبركاته. الحمد لله وكفى والصلاة والسلام على رسوله المصطفى وعلى آله وصحبه أهل الصدق والوفاء أما بعد. പ്രിയമുള്ള സഹോദരിമാരെ, ഹൈദ്, നിഫാസ്, ഇസ്തിഹാദത്തുമായി ബന്ധപ്പെട്ടുള്ള കുറേ മസലകളിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു. അതുമായി ബന്ധപ്പെട്ട കുറച്ച് മസലകൾ കൂടി ഈ രണ്ടാം ക്ലാസ്സിൽ പറയാൻ ഉദ്ദേശിക്കുകയാണ്. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് തുടക്കത്തിൽ ഹൈദുണ്ടാകുന്ന സ്ത്രീയുടെ അവസ്ഥയും, അതുപോലെ ആദ്യം ഹൈദുണ്ടായി പിന്നീട് രണ്ടാമത് ഹൈദുണ്ടായപ്പോൾ അതിൻ്റെ ഡേറ്റുകളിൽ മാറ്റം വരികയും അതിൻ്റെ നിയമങ്ങൾ ലംഘിച്ച് 15ൻ്റെ അപ്പുറത്തേക്ക് കടന്നു പോവുകയും ചെയ്യുന്ന സ്ത്രീകളുടെ അവസ്ഥയാണ്. ഈ രണ്ടവസ്ഥകളാണ് കൃത്യമായി ഹൈദിനുള്ളത്. ഇനി ഒരു സ്ത്രീ ആദ്യമായി രക്തമുണ്ടായപ്പോഴല്ല, രണ്ടാമത് ഹൈദുണ്ടായവൾ തന്നെയാണ്. പക്ഷെ അവൾക്ക് അതിൻ്റെ മുമ്പത്തെ ഹൈദിൻ്റെ സമയമോ അല്ലെങ്കിൽ ദിവസമോ ഒന്നും ഓർമ്മയില്ല. എത്ര ദിവസമായിരുന്നു കഴിഞ്ഞ മാസം ഹൈദുണ്ടായിരുന്നത് എന്നവൾക്കറിയില്ല. ഏത് ഡേറ്റിനായിരുന്നു തുടങ്ങിയിരുന്നത് എന്നും അവൾക്കറിയില്ല. ഒന്നും അറിയില്ല. മുമ്പ് ഹൈദുണ്ടായിരുന്നു, അതിപ്പോൾ ഇടയ്ക്ക് ഉണ്ടാവും, അതങ്ങനെ പോകും. അതിൻ്റെ ഡേറ്റും കാര്യം നോക്കി വെച്ചിട്ടില്ല. എത്ര ദിവസം ഉണ്ടാവാറുള്ളതെന്ന് അറിയില്ല. അതുപോലെ തന്നെ കഴിഞ്ഞ ഹൈദ് എത്ര ദിവസം ഉണ്ടായിരുന്നല്ല, ഏത് സമയത്താണെന്നും അറിയില്ല. അങ്ങനത്തെ ആളുകളാണെങ്കിൽ അവർക്ക് മുത്തഹയ്യിറത്ത് എന്ന് പറയും. അത് വളരെ പ്രയാസപ്പെടുത്തുന്ന ഒന്നാണ്. അതുകൊണ്ട് കൃത്യമായും ഓരോ മാസത്തിലും ഹൈദുണ്ടാകുന്ന ദിവസവും അത് എത്ര ദിവസമാണ് എന്നും എന്നാണ് തുടങ്ങുന്നത് എന്നൊക്കെ നോക്കി വെക്കൽ വളരെ പ്രധാനമാണ്. അപ്പോൾ എപ്പോഴെങ്കിലും ഇത് തെറ്റിക്കഴിഞ്ഞാൽ, ഇത് അറിയാഞ്ഞാൽ അവരുടെ പേരിൽ മുത്തഹയ്യിറത്ത് എന്നാണ്. മുത്തഹയ്യിറത്താകുന്ന സ്ത്രീകളാണെങ്കിൽ അവർ മൊത്തത്തിൽ സൂക്ഷ്മത പാലിക്കൽ നിർബന്ധമാണ്. എന്ന് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ അവർ ഹൈദുകാരിയെ പോലെ അവൾ നിൽക്കേണ്ടി വരും. ഒരുപാട് കാര്യങ്ങൾ ഹൈദില്ലാത്തവളായിട്ട് നിൽക്കേണ്ടി വരും. കാരണം അവൾക്ക് സ്ഥിരമായിട്ട് രക്തം വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ ഏതാണ് ഹൈദ് ഏതാണ് ഹൈദല്ലാത്തത് അറിയില്ല. ഒന്ന് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ പോലെ വേർതിരിവില്ല, ഒരേ രക്തമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതല്ലെങ്കിൽ വേർതിരിവുണ്ട്, പക്ഷെ ആ വേർതിരിവ് ഇതിൻ്റെ ശർത്ത് അനുസരിച്ചുകൊണ്ട് ഒരു ദിവസം പൂർണ്ണമായിട്ട് കിട്ടണില്ല. അല്ലെങ്കിൽ 15 ദിവസത്തിലധികം ഒരേ വേർതിരിവിൽ ഉണ്ടാകുകയാണ്. ഇങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു അത് പരിഗണിക്കൂല. അപ്പം നമുക്ക് ഹൈദ് ഇത്രയെന്ന് കണക്കാക്കാൻ കഴിയുന്നില്ല. കഴിഞ്ഞ മാസത്തെ എത്രയായിരുന്നു, എന്നായിരുന്നു ഡേറ്റ് എന്നിട്ട് ഓർമ്മയില്ല. എന്നാൽ ഇവൾ എല്ലാ ദിവസവും പല വിഷയങ്ങളും ഹൈദുകാരനെ പോലെ നിൽക്കണം, പല വിഷയങ്ങളും ഹൈദില്ലാത്തവളെ പോലെ നിൽക്കണം. ഉദാഹരണത്തിന് അവൾക്ക് അവളുടെ ഭർത്താവുമായി ബന്ധപ്പെടാൻ പാടില്ല. ഭർത്താവിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അവർ ഹൈദുകാരിയാണ് എല്ലാ ദിവസവും. എന്നും ഹൈദുകാരിയാകാൻ സാധ്യത ഉണ്ടല്ലോ, എന്നാണെന്ന് അറിയില്ല. എന്നും ഹൈദുകാരിയാകാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഭർത്താവിൻ്റെ അടുത്തേക്ക് പോകാൻ പറ്റൂല. നിസ്കാരത്തിനല്ലാതെ അവൾക്ക് ഖുർആൻ ഓതാൻ പറ്റൂല, കാരണം എന്നും അവർ ഹൈദുകാരിയാകാൻ സാധ്യതയുണ്ട്. എന്നാൽ നിസ്കാരത്തിൻ്റെ വിഷയത്തിൽ വരുമ്പോൾ എല്ലാ വക്തവും നിസ്കരിക്കണം. അപ്പോൾ എല്ലാ വക്തവും നിസ്കരിക്കണം എന്ന് പറഞ്ഞാൽ നിസ്കരിച്ചാൽ പോരാ, സമയമായാൽ ബാങ്ക് കൊടുത്തതിന് ശേഷം കുളിക്കണം. കാരണം ആ സമയത്ത് ഹൈദ് മുറിഞ്ഞതാകാൻ സാധ്യതയുണ്ടല്ലോ, ഹൈദ് തീർന്നതാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അവൾ കുളിക്കണം. കുളിച്ച് വെച്ച് കെട്ടി ഒതുണ്ടാക്കി നിസ്കരിക്കണം. എല്ലാ ഭക്തിയിലും അങ്ങനെ നിർവഹിക്കണം. അപ്പം എല്ലാ ഭക്തിയിലും കുളിക്കേണ്ടി വരും, എല്ലാ ഭക്തിയിലും വെച്ച് കെട്ടി നിസ്കരിക്കേണ്ടി വരും. ഇത് നോമ്പാണെങ്കിൽ വളരെ പ്രയാസമാണ്. 30 ദിവസത്തെ നോമ്പ് റമദാൻ അവർക്ക് വന്നു കഴിഞ്ഞാൽ അവൾ 60 ദിവസം തുടർച്ചയായിട്ട് നോമ്പ് വിൽക്കുക. ആദ്യം ഒരു മാസം നോൽക്കുക, പിന്നെ ഒരു മാസം തുടർച്ചയായിട്ടാണെങ്കിൽ ആദ്യത്തെ ഒരു മാസം റമദാനിൽ നോൽക്കുക, പിന്നെ വേറെ ഏതെങ്കിലും മാസം തുടർച്ചയായിട്ട് നോൽക്കണം. അപ്പോൾ 60 ദിവസം നോമ്പ് പറ്റാൽ എത്ര ദിവസം നോമ്പാണ് അവൾക്ക് കിട്ടുക? 28 നോമ്പേ ഇപ്പോഴും ആയിട്ടുള്ളൂ. ഇനിയും 2 നോമ്പ് പോരായിരിക്കും. എന്ന് പറഞ്ഞാൽ ഒരു മാസത്തിൽ 30 ദിവസം വായിക്കഴിഞ്ഞാൽ ഒരു സ്ത്രീക്ക് അധികരിച്ച ഹൈദ് 15 ദിവസം വരാലോ. 15 ദിവസം വരെ ഹൈദാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ 15 ദിവസം എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു ദിവസത്തിൻ്റെ പകുതിയിൽ നിന്നാണ്, നോമ്പുള്ള ഒരു ദിവസത്തിൻ്റെ പകുതിയിൽ നിന്നാണ് ഹൈദ് ആരംഭിച്ചതെങ്കിൽ അത് 16ാമത്തെ ദിവസം പകുതി ആവുമ്പോഴാണ് അത് അവസാനിക്കുക. അതുകൊണ്ട് 16 ദിവസം ഹൈദിൽപ്പെട്ടതായിട്ട് പരിഗണിക്കും. പിന്നെ ആ മാസത്തിൽ 14 ദിവസമേ ഹൈദില്ലാത്തുള്ളൂ. അപ്പോൾ 30 ദിവസം നോമ്പ് പറ്റാൽ 14 നോമ്പ് കിട്ടും. പിന്നെ ഒരു 30 ദിവസം കൂടി നോമ്പ് പറ്റാൽ 14 കൂടി കിട്ടും. എന്നാൽ ഇപ്പോൾ ഒരു മാസം നോമ്പ് പിള്ളായില്ല, ഇനിയും 2 നോമ്പ് ബാക്കിയാണ്. ആ 2 നോൽമ്പിന്
18 ദിവസങ്ങളിൽ നിന്ന് ഏതെങ്കിലും ഒരു ഡേറ്റ് തുടങ്ങി അവിടെ നിന്ന് 18 ദിവസങ്ങളിൽ നിന്ന് ആദ്യത്തെ 3 ദിവസം നോൽക്കുക, അവസാനത്തെ 3 ദിവസം നോൽക്കുക. ആദ്യത്തെ 3 ദിവസം നോൽക്കുക, അവസാനത്തെ 3 ദിവസം നോൽക്കുക. അങ്ങനെ നോറ്റ് കഴിഞ്ഞാൽ ആ ബാക്കിയുള്ള 2 നോൽമ്പും കിട്ടും. അപ്പോൾ 6 ദിവസം നോൽമ്പ് എടുക്കണം. അത് ഏതെങ്കിലും 6 ദിവസം നോറ്റാൽ പോരാ. ഇപ്പോൾ 1-ാം തീയതി തുടങ്ങിയാൽ 1, 2, 3 നോൽക്കുക. പിന്നെ 16, 17, 18 നോൽക്കുക. 5-ാം തീയതി തുടങ്ങിയാൽ 5, 6, 7 അവിടെ നോൽക്കുക. അതേമാതിരി 15 ദിവസം കഴിഞ്ഞിട്ട് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടും 3 ദിവസം നോൽക്കുക. ഇങ്ങനെ 3 ദിവസം നോൽക്കുക, പിന്നെ 15 ദിവസം, പിന്നെ 13 ദിവസം ഗ്യാപ്പ് ഇടുക, പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ 3 ദിവസം നോൽക്കുക. ഇങ്ങനെ 18 ദിവസത്തിൽ നിന്ന് ആദ്യത്തെ 3ഉം അവസാനത്തെ 3ഉം നോൽക്കുക. അപ്പൊ അവർക്ക് 3 ദിവസം നോൽമ്പ് കിട്ടും, 2 ദിവസം നോൽമ്പ് കിട്ടും. അതെങ്ങനെയാണ്? ഉദാഹരണത്തിന് 1-ാം തീയതി നോൽമ്പ് വെച്ച് നോക്കുക. 1-ാം തീയതി ആണ് ഹൈദ് തുടങ്ങിയതെങ്കിൽ ആ നോമ്പ് ഹൈദിൽ പോയി, അതിന്റെ പകുതിയൊക്കെ തുടങ്ങി അത് പോയി. 2-ാം തീയതി നോമ്പ് പോയി, 3-ാമത്തും പോയി. അങ്ങനെ പോയി അവസാനം 16-ാം തീയതി പകുതിയാണല്ലേ പിന്നെ പോകുള്ളൂ. അപ്പോൾ 15 ദിവസം പൂർത്തിയായല്ലോ. അപ്പോൾ പിന്നെ 17, 18 വരെ നിൽക്കും, ഹൈദിൽ പെടില്ല. അപ്പോൾ ആ 2 നോമ്പ് കിട്ടി. ഇനി 2-ാം തീയതിയാണ് അത് തുടങ്ങിയതെങ്കിൽ 1-ാം തീയതി നോമ്പ് കൃത്യമായിട്ട് കിട്ടി. 2ഉം 3ഉം പോയി. 2, 3 പോയി. ഇങ്ങനെ 15 ദിവസമാണ് കഴിയുമ്പോൾ അവൾ 17-ാം തീയതി ഉച്ചയാകുമ്പോൾ അവൾക്ക് കഴിഞ്ഞിടും. അപ്പോൾ 18-ാമത്തെ നോമ്പ് അവൾക്ക് കിട്ടും. ഈ 3-ാം തീയതിയാണ് ആയത് തുടങ്ങിയത് എങ്കിൽ 3-ാം തീയതി ആയത് തുടങ്ങി കഴിഞ്ഞാൽ 1ഉം 2ഉം കിട്ടിയല്ലോ. പിന്നെ 18-ാം തീയതി തീർത്താലും കുഴപ്പമില്ല. തുടക്കത്തിൽ 2 ദിവസം കിട്ടി. അപ്പോൾ തുടക്കത്തിലോ ഒടുക്കത്തിലോ ഒക്കെ ആയിട്ട് 2 ദിവസം ഹൈദ് അത് കിട്ടി എന്ന് ഉറപ്പുവരുത്താൻ പറ്റും. അതാണ് സൂക്ഷ്മത. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഒരു റമദാൻ മാസത്തിൽ 30 നോൽബാണെങ്കിൽ ആ 30 നോൽബ് കിട്ടണമെങ്കിൽ 2 മാസവും പിന്നെ 18 ദിവസത്തിൽ നിന്ന് ആദ്യത്തെ 3 ദിവസവും അവസാനത്തെ 3 ദിവസവും അങ്ങനെ ആയിട്ട് 6 ദിവസവും, അങ്ങനെ 66 ദിവസത്തെ നോമ്പ് നോൽക്കുമ്പോൾ മാത്രമാണ് അവൾക്ക് 30 നോമ്പ് പൂർത്തിയായി കിട്ടുക. അപ്പോൾ അത് വളരെ പ്രയാസമുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് സ്ത്രീ സഹോദരിമാർ ഇങ്ങനത്തെ ഒരു അവസ്ഥ വരാതിരിക്കണമെങ്കിൽ ഓരോ മാസത്തിലും ഹൈദ് എത്ര ദിവസമായിരുന്നു എന്നാണ് തുടങ്ങുന്നത് എന്ന് ശ്രദ്ധിച്ച് നിൽക്കൽ നല്ലതാണ്. കാരണം അടുത്ത മാസത്തിൽ ചിലപ്പോൾ എന്തെങ്കിലും പിഴവ് സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇത് ഓർമ്മയില്ല എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ വലിയ പ്രയാസത്തേക്ക് എത്തും. ഓർമ്മ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു ആദ്യത്ത് നോക്കിയാൽ മതി. കഴിഞ്ഞ മാസം ആദ്യത്തുള്ള ദിവസം ഹൈദായിട്ട് പരിഗണിക്കും, അല്ലാത്ത ദിവസം ഇസ്തിയാത്തായി പരിഗണിക്കും എന്ന് വെച്ചാൽ ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടും. അതുകൊണ്ട് അത് കൃത്യമായിട്ടും ഓരോ മാസത്തിലെയും ഡേറ്റുകൾ ഓർത്തി വെക്കൽ വളരെ പ്രധാനപ്പെട്ടതാണ്. അല്ലെങ്കിൽ ഈ വലിയ അപകടത്തിൽ പോയി ചാടും. അവൾ മുത്തഹയ്യിറത്താണ്. ഇനി മുത്തഹയ്യിറത്താകുന്ന പെണ്ണ് തന്നെ ചിലപ്പോൾ ഏതെങ്കിലും ഒന്ന് ഓർമ്മയുള്ളവരുണ്ടാവും. ഉദാഹരണത്തിന് മാസത്തിന്റെ തുടക്കത്തിലാണ് ഹൈദ് ഉണ്ടാകൽ, 1-ാം തീയതിയാണ് തുടങ്ങൽ. ഉദാഹരണത്തിന് 1-ാം തീയതിയാണ് തുടങ്ങൽ എന്ന് അവൾക്ക് ഓർമ്മയുണ്ട്. എത്ര ദിവസം ഉണ്ടാവരുന്ന് അറിയില്ല. 1-ാം തീയതിയാണ് ഹൈദ് തുടങ്ങലെന്ന് ഓർമ്മയുണ്ട്. എന്നാൽ അവർക്ക് കുറേ സുഖമുണ്ട്. 1-ാം തീയതിയാണ് തുടങ്ങലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1-ാം തീയതി എന്തായാലും ഹൈദാന്ന് ഉറപ്പായല്ലോ. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് പോയാൽ 16-ാം തീയതി വരെ അല്ല ഹൈദ് ഉണ്ടാവുള്ളൂ. അങ്ങനെ കഴിഞ്ഞാൽ ആ മാസത്തിലെ 17 മുതൽക്കുള്ള 14 ദിവസം അത് ഇസ്തിഹാലത്താന്ന് ഉറപ്പിക്കാം. തുടങ്ങിയ 1-ാം തീയതി ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവസാനത്തെ കിട്ടും. എത്ര ദിവസമാണെന്ന് ഓർമ്മയില്ലെങ്കിലും തുടങ്ങിയ 1-ാം തീയതി ഓർമ്മയാണെങ്കിൽ ആ 1-ാം തീയതി തുടങ്ങിക്കഴിഞ്ഞാൽ അവസാനത്തെ 14 ദിവസം അവർക്ക് ഇസ്തിഹാദത്താണ്, ഹൈദല്ലാന്ന് പരിഗണിക്കാം. 2-ാം തീയതി തുടങ്ങിയാൽ 1-ാം തീയതി ഒഴിവായി കിട്ടും, അവസാനം 13 ദിവസം ഒഴിവായി കിട്ടും. പിന്നെ 1-ാം തീയതി തുടങ്ങി കഴിഞ്ഞാൽ ഈ 1-ാം തീയതി എന്തായാലും ഒരു ദിവസം എന്തായാലും ഹൈദുണ്ടാന്ന് ഉറപ്പാണല്ലോ. 1-ാം തീയതി ഹൈദല്ലാന്ന് ഉറപ്പിക്കുക. 1-ാം തീയതി ഹൈദല്ലാന്ന് ഉറപ്പിക്കുക. 17-ാം തീയതി മുതൽക്കുള്ളത് ശുദ്ധിയാന്ന് ഉറപ്പിക്കുക. പിന്നെ അതിൻ്റെ ഇടയ്ക്കുള്ള ദിവസം ഈ പറഞ്ഞതുപോലെ സൂക്ഷ്മത പാലിക്കേണ്ടി വരും. ഹൈദാകാനും സാധ്യതയുണ്ട്, ശുദ്ധിയാകാനും സാധ്യതയുണ്ട്. അപ്പം എല്ലാ ഭക്തരും ആ ദിവസങ്ങളിൽ കുടിക്കേണ്ടി വരും, ഒന്നുണ്ടാക്കേണ്ടി വരും, വെച്ചിട്ട് നിസ്കരിക്കേണ്ടി വരും. എന്നാൽ ബാക്കിയുള്ള അവസാന ദിവസം അത് ഇസ്തിയാദത്താണ്. ആ നിസ്കാരം പിന്നെ ഏതായാലും വെച്ചിട്ട് നിസ്കരിച്ചാൽ കുളിയൊന്നും ആവശ്യമില്ല. ആദ്യത്തെ ദിവസം ഇതുപോലെ തന്നെ ഹൈദാണ്, നിസ്കരിക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ വരും. ഇനി സ്ത്രീക്ക് ഓർമ്മ ഉണ്ട്, ഓൾറെഡി 5 ദിവസമാണ് ഹൈദ് ഉണ്ടാകലെന്ന് അറിയാം, എന്നാ തുടങ്ങലെന്ന് അറിയില്ല. ആകെ 5 ദിവസമാണ് ഹൈദ് എല്ലാ മാസത്തിലും ഉണ്ടാകലെന്ന്. കഴിഞ്ഞ മാസം 5 ദിവസമായിരുന്നു, അത് ഓർമ്മ ഉണ്ട്. പക്ഷെ എന്നായിരുന്നു 1-ാമത്തെ ഡേറ്റ് ഒന്നും ഓർമ്മയില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവർക്കും ഈ 5 ദിവസം ആദ്യത്തെ 10 ദിവസത്തിൻ്റെ ഉള്ളിലാണെന്ന് അറിയെങ്കിൽ, ഈ 5 എവിടെ എന്നുള്ള ഐഡിയ വേണം. കറക്റ്റ് ഡേറ്റ് ഓർമ്മയില്ലെങ്കിലും മാസത്തിൽ ആദ്യത്തെ 10 ദിവസത്തിൻ്റെ ഉള്ളിലാണ് ഈ 5 ദിവസം ഉണ്ടായിരുന്നത്. അത് 1-ാം തീയതിയാണോ 2-ാം തീയതിയാണോ 3-ാം തീയതിയാണോ എന്നാൽ തുടങ്ങിയെന്ന് അറിയില്ല. എന്നാൽ ആ 10 കഴിഞ്ഞിട്ടുള്ള ബാക്കി 20 ദിവസം ഇസ്തിഹാദത്താണ് സൗകര്യം. നമുക്ക് സാധാരണ പിന്നെ ഹൈദുകാരിയല്ല, ആ രോഗരക്തമായിട്ട് പരിഗണിക്കാം. ആദ്യത്തെ 10 ദിവസത്തിൽ ഉള്ള ദിവസം ഈ പറഞ്ഞതുപോലെ പ്രയാസങ്ങൾ വരും. അത് ഇനി 2-ാം തീയതി ആണോ 3-ാം തീയതി ആണോ 1-ാം തീയതി എന്തായാലും ശുദ്ധിയാണെന്ന് ഓർമ്മയുണ്ടെങ്കിൽ ആ 1-ാം തീയതി രക്ഷപ്പെട്ട് കിട്ടും. എങ്ങനെ ഓർമ്മ ഉള്ളതിനനുസരിച്ച് കൊണ്ട് പരിഗണിക്കും. ഒന്നും ഓർമ്മയില്ലാത്തവർ നേരത്തെ പറഞ്ഞതുപോലെ മാസം മുഴുവനും ഈ ശ്രദ്ധിച്ചു പോകേണ്ടി വരും. അത് വലിയ അപകടകരമായ പ്രയാസമായി വലിയ പ്രയാസമായി വരും.
അപ്പോൾ അതുകൊണ്ട് കൃത്യമായിട്ട് ഓരോ സഹോദരിമാരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതാത് മാസങ്ങളിൽ എന്നാണ് തുടങ്ങുന്ന ഡേറ്റ് എന്നും ഇത്ര ദിവസം ഉണ്ടായിരുന്നു ഓർമ്മ വെച്ച് കഴിഞ്ഞാൽ അടുത്ത മാസം പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ മാസം ഇത്രാം തീയതി തുടങ്ങിയത് ഇത്ര ദിവസമാണെന്ന് കിട്ടിക്കഴിഞ്ഞാൽ സൗകര്യമാണല്ലോ. ആദത്തനുസരിച്ചുകൊണ്ട് അവിടെ വെക്കാം. അത് ഹൈലാന്ന് പരിഗണിക്കാം, ബാക്കിയുള്ളത് ഇസ്തിഹാദത്താണ്, രോഗരക്താണെന്ന് പരിഗണിക്കാം. അപ്പോൾ സൗകര്യം. ഇതാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പ്രത്യേകമായിട്ട് നമുക്ക് പറയാനുള്ളത്. പിന്നെ ഇവിടെ ഹൈദ് രക്തം മുറിയുന്നിടത്ത് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. എല്ലാ സ്ത്രീകൾക്കുള്ളൊരു കാര്യമാണത്. എന്ത്? ഹൈദ് രക്തം മുറിയുന്നത് ഏത് നിസ്കാരത്തിൻ്റെ വക്തിലാണ് എന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം. ളുഹറിൻ്റെ സമയത്തിലാണ് രക്തം മുറിഞ്ഞത്. സാധാരണ ഹൈദുണ്ടായി ളുഹറിൻ്റെ സമയത്തിന് മുറിഞ്ഞ് കുഴപ്പമൊന്നുമില്ല, ളുഹർ നിസ്കരിക്കണം, പിന്നെ പ്രശ്നമില്ല, അങ്ങനെ പോകും. അസറിൻ്റെ സമയത്തിലാണ് രക്തം മുറിയുന്നത് എങ്കിലോ അസറിൻ്റെ സമയത്തിലാണ് നിസ്കരിക്കുന്നതെങ്കിൽ പല സ്ത്രീകളും അസറിൻ്റെ സമയത്ത് രക്തം മുറിഞ്ഞാൽ കുളിച്ച് അവർ അസർ നിസ്കരിക്കും. പക്ഷെ അന്നത്തെ ളുഹൂർ കൂടി ഖളാ വീട്ടൽ നിർബന്ധമുണ്ട്. ഒരു ദിവസം ആ ദിവസത്തിന് അസറിൻ്റെ സമയത്തിലാണ് ഹൈദ് അവസാനിച്ചതെങ്കിൽ, ഇതിപ്പോൾ പ്രശ്നമുള്ള സ്ത്രീകളുടെ അല്ല കേട്ടോ, എല്ലാ സ്ത്രീകൾക്കുമാണ് പറയണത്. ഏത് സ്ത്രീകളാണെങ്കിലും അസറിൻ്റെ സമയത്തിനാണ് രക്തം തീർന്നത് എങ്കിൽ അവർ കുളിച്ചിട്ട് അസർ നിസ്കരിച്ചാൽ മാത്രം പോരാ, അന്നത്തെ ളുഹൂർ കൂടി ഖളാ വീട്ടണം. കാരണം ളുഹുറും അസറും ജമ്മാക്കാൻ പറ്റുന്ന നിസ്കാരങ്ങളായതുകൊണ്ട് അസറിൻ്റെ സമയത്ത് രക്തം മുറിഞ്ഞാൽ അന്നത്തെ ളുഹുർ കൂടി ഖളാ വീട്ടണം. ളുഹുറിൻ്റെ സമയത്തിലാണ് മുറിഞ്ഞെങ്കിൽ ളുഹുർ നിസ്കരിക്കുക, പിന്നെ അസറിൻ്റെ സമയത്ത് അസറിക്കരിക്കുക, അങ്ങനെ വാജിബ്, പിന്നെ സുബഹി ഖളാ വീട്ടൊന്നും വേണ്ട. അതേ സമയത്തിൽ അസറിൻ്റെ സമയത്തിലാണെങ്കിൽ ളുഹുർ കൂടി ഖളാ വീട്ടണം. ഇതേപോലെ രാത്രി ഇശാഇൻ്റെ സമയത്തിലാണ് രക്തം മുറിയുന്നത് എങ്കിൽ അന്നത്തെ മഗ്രിബ് കൂടി ഖളാ വീട്ടണം. അത് ഇശാഇൻ്റെ ശേഷം സുബഹിൻ്റെ മുമ്പാണ് രക്തം മുറിഞ്ഞു കാണുന്നതെങ്കിൽ അപ്പോൾ കുളിച്ചിട്ട് എന്ത് ചെയ്യണം? വിശ്വാസിക്കണം. വിശ്വാസിച്ചാൽ മാത്രം പോരാ, മഗ്രിബ് ഖളാ വീട്ടണം. ഈ മുമ്പുള്ള ഇശാഇൻ്റെ സമയത്തിൽ മുറിഞ്ഞാൽ പിന്നെ മഗ്രിബും അസറിൻ്റെ സമയം മുറിഞ്ഞാൽ ളുഹുറും ഖളാ വീട്ടുക എന്ന മസല ചില സ്ത്രീകൾക്കൊന്നും അറിയാത്തത് കൊണ്ട് അവർ നിസ്കരിക്കാറില്ല എന്നാണ് പലപ്പോഴും അറിയാൻ പറ്റുന്നത്. അതുകൊണ്ട് ആ കാര്യം പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. പിന്നെ മറ്റൊന്ന്, ഗർഭിണികൾക്ക് ബ്ലീഡിങ് ഉണ്ടാകുക എന്ന് പറയും. ഗർഭിണികൾക്ക് രക്തം പുറപ്പെട്ടാൽ നമ്മൾ ഉടനെ ഡോക്ടറൊക്കെ കാട്ടും. അപ്പം പൊതുവെ പല സ്ത്രീകളുടെയും കാഴ്ചപ്പാട് ഗർഭിണികൾക്ക് ഹൈദ് ഉണ്ടാവില്ല എന്നുള്ളതാണ്. ഈ ബ്ലീഡിങ് ഉണ്ടായാൽ, അതിന് ബ്ലീഡിങ് എന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞാലും അത് ഹൈദ് തന്നെയാണ്. ഈ നിബന്ധന ഒത്താൽ അതിൽ പ്രശ്നമാണ്, ഡോക്ടറെ കാണിക്കണം, അതിനൊന്നും നമ്മൾ എതിരില്ല. പക്ഷേ അത് ബ്ലീഡിങ് ഉണ്ടായാലും അത് ഹൈദ് രക്തം തന്നെയാണ്. ഈ പറഞ്ഞ 24 മണിക്കൂർ സമയം ബ്ലീഡിങ് ഉണ്ടായാൽ അത് ഹൈദിൻ്റെ മസല തന്നെയാണ് ഇതിനുള്ളത്. 15 ദിവസത്തിൽ കൂടാൻ പാടില്ല എന്നൊക്കെ നമ്മൾ പറഞ്ഞ നിയമം ഒപ്പിച്ചുകൊണ്ട് ഒരു ഗർഭിണിക്ക് രക്തം വന്നാൽ അതും ഹൈദ് രക്തമായിട്ട് തന്നെയാണ് പരിഗണിക്കുക. അപ്പോൾ അതുകൊണ്ട് ഗർഭിണികൾക്ക് രക്തം വന്നാൽ ഹൈദിൻ്റെ മസല തന്നെയാണ്. പക്ഷെ അത് ഗർഭിണികൾക്ക് അങ്ങനെ വന്നു കഴിഞ്ഞാൽ പ്രസവത്തിന് മറ്റൊക്കെ പ്രയാസം ഉണ്ടാവും. നമ്മൾ ഡോക്ടറെ കാണിക്കാം. ഡോക്ടറെ കാണിച്ച് മരുന്ന് കുടിച്ച് ഒരാൾ ഹൈദ് ഇല്ലാതാക്കിയാൽ ഹൈദ് ഇല്ലാന്ന് തന്നെ വരിക. ഇനി ഒരു സ്ത്രീക്ക് മരുന്ന് കുടിച്ച് ഹൈദ് ഉണ്ടാക്കിയാൽ അത് ഹൈദായിട്ട് പരിഹരിക്കുകയും ചെയ്യും. അത് മരുന്നുകൊണ്ട് ഉപയോഗിച്ചാലും ഹൈദ് തന്നെയാണ്. ഇപ്പോൾ ചില സ്ത്രീകളൊക്കെ അങ്ങനെ ഹജ്ജിന് ഉംറയ്ക്കൊക്കെ പോകുന്ന സമയത്തിൽ മരുന്ന് കുടിച്ചുകൊണ്ട് ഹൈദ് ഇല്ലാതാക്കലുണ്ട്. ചിലർ മുൻകൂട്ടി ഉണ്ടാകാൻ വേണ്ടിയിട്ട് മരുന്ന് കുടിച്ച് ഹൈദ് ഉണ്ടാക്കലുണ്ട്. എങ്ങനെയാണെങ്കിലും ഈ രക്തം പുറപ്പെട്ട ഈ നിയമങ്ങളൊക്കെ പാലിച്ചു കഴിഞ്ഞാൽ അത് ഹൈദായിട്ട് പരിഗണിക്കപ്പെടും. മരുന്ന് കുടിച്ചാലും അങ്ങനെ തന്നെയാണ്. പക്ഷെ അത് ഈ പറഞ്ഞ നിബന്ധനകളൊക്കെ ഒത്താൽ ഗർഭിണികൾക്കുള്ളതും ഹൈദ് തന്നെയാണ്. ഇനി നിഫാസ്, പ്രസവത്തിന് ശേഷം വരുന്ന രക്തത്തിനാണ് നിഫാസ് എന്ന് പറയാം. ഒരു രൂപപ്പെടുന്ന കുട്ടി, ആ കുട്ടി പൂർണ്ണമായും പുറത്തേക്ക് വന്നതിന് ശേഷമുള്ളതൊക്കെ നിഫാസ് രക്തമാണ്. ഒരു കുട്ടിയുടെ രൂപമായതിന് ശേഷം പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ അത് രൂപം വരിക എന്ന് പറഞ്ഞാൽ വലിയ രൂപം എന്നാണ്. ഒരു ഏകദേശം ഒരു വസ്തുവിൻ്റെ ഒരു രൂപമായി കിട്ടിയാൽ മതി. ഒരു മനുഷ്യൻ്റെ രൂപത്തിൻ്റെ ചെറിയ രൂപം ഉണ്ടാവുമല്ലോ, 3 മാസം ഒക്കെ ആകുമ്പോൾ പലപ്പോഴും ആ രൂപമാവും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് പൂർണ്ണമായും പുറത്തേക്ക് വന്നാൽ അതിന് ശേഷം വരുന്ന നിഫാസ് രക്തമാണ്. അല്ലാതെ 8 തേഞ്ഞ് 9 തേഞ്ഞ് 10 തേഞ്ഞ് പ്രസവിച്ചെങ്കിൽ മാത്രമെന്നില്ല. നേരത്തെ പ്രസവിച്ചാലും ചെറിയ കുട്ടിയാലും ചാക്കിടാവായാലും അനി അത് ഒരു കിടാവിൻ്റെ കൃത്യമായ രൂപം ആവാതെ ചെറിയ രൂപം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എങ്കിലും അതൊക്കെ എന്തിനാണ് അതിന് ശേഷം വരുന്നത് നിഫാസ് രക്തം തന്നെയാണ്. നിഫാസ് രക്തം എന്ന് പറഞ്ഞാൽ 1 സെക്കൻഡാണ് അതിലേറ്റവും ചുരുങ്ങിയ സമയം. അതിലേറ്റവും കൂടിയത് 60 ദിവസമാണ്. എന്നാൽ അതിൻ്റെ സാധാരണഗതിയിൽ 40 ദിവസം ഉണ്ടാവാറുള്ളത്. ഇങ്ങനെ ഇപ്പം നിഫാസ് രക്തത്തിലുള്ളത്. ഇനി അതും 60 വിട്ട് കിടന്നാലോ ഈ ഹൈദിൻ്റെ അതേ മാതിരി തന്നെയാണ്. 60-ന് അപ്പുറത്തേക്ക് കിടന്നാൽ നമ്മൾ ഇസ്തിഹാലത്ത് എന്ന് പറഞ്ഞല്ലോ, ഇതിൻ്റെ അതേ മസാല തന്നെ അതിനുണ്ടാകുക. തമ്മീസ് ഉണ്ട്, വേർതിരിവുണ്ടെങ്കിൽ വേർതിരിവുള്ളത് നിഫാസായിട്ടും അല്ലാത്തത് നിഫാസ് അല്ലാത്തൊരു പരിഗണിക്കും. വേർതിരിവില്ലെങ്കിൽ മുമ്പ് പ്രസവിച്ച സ്ത്രീയാണെങ്കിൽ മുമ്പത്തെ ദിവസം നിഫാസ് ഉണ്ടായിരുന്നെങ്കിൽ അത്ര ഇതായിട്ട് പരിഗണിക്കും. അത് ഓർമ്മയില്ല എന്നായി പറഞ്ഞ മുത്തഹയ്യിറത്ത് എന്നാണ് അവസാനം പറഞ്ഞ മസാല പോലെ ഇരിക്കും. ഇങ്ങനെ വ്യത്യാസപ്പെട്ടുകൊണ്ടേയിരിക്കും എന്നർത്ഥം. അപ്പോൾ ഈ ഹൈദിന് അതിന് നിഫാസിന് വേറെ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. പിന്നെ എപ്പോഴാണോ 1 സെക്കൻഡ് കഴിഞ്ഞാൽ അത് എപ്പോൾ രക്തം മുറിഞ്ഞാലും നിഫാസ് കഴിഞ്ഞു. നമ്മുടെ നാട്ടിൽ ചില സ്ത്രീകൾക്കും 40 വിളിച്ചിട്ടേ പിന്നെ നിസ്കാരം നോൽപ്പൊക്കെ ഉണ്ടാവുള്ളൂ.
രക്തം ചിലപ്പം 5 ദിവസമോ 10 ദിവസമോ അല്ലെങ്കിൽ 2 ദിവസമോ കഴിയുമ്പോൾ കഴിഞ്ഞു വരുന്നുണ്ടാവും. പക്ഷേ അവർ 40 കുളിച്ചിട്ട് നിസ്കാരം തുടങ്ങുള്ളൂ. അത് പറ്റൂല. ഒരു സെക്കൻഡ് കൊണ്ട് രക്തം മുറിഞ്ഞാൽ അന്ന് നിസ്കരിച്ചോളണം നിർബന്ധമായിട്ടും. ഇനി ഒരു സെക്കൻഡ് കൊണ്ടൊക്കെ ചിലപ്പോൾ വളരെ കുറവായിരിക്കും. 5 ദിവസം കൊണ്ട് 10 ദിവസം കൊണ്ടൊക്കെ രക്തം മുറിയുന്ന സ്ത്രീകളുണ്ട്. അത് കഴിഞ്ഞാൽ കുളിച്ച് നിസ്കരിച്ചോളണം നിർബന്ധമായിട്ടും. 40 കുളിക്കണേരെ കാത്തിക്കാൻ പാടില്ല. നിസ്കാരം നിർബന്ധമായി നിർവഹിക്കണം, നോമ്പെടുക്കണം, ഇതുപോലെ കാര്യങ്ങളൊക്കെ നിർവഹിക്കണം. 40 കുളിക്കുക എന്നുള്ള ചടങ്ങ് വേണമെങ്കിൽ നമുക്ക് 40 നടത്താം, അത് വേറെ. അന്ന് വേണമെങ്കിൽ പ്രത്യേകം കുളിക്കൊന്നും കുഴപ്പമില്ല. പക്ഷെ നിസ്കാരം അതിൻ്റെ പേരിൽ മാറ്റിയേക്കാൻ പറ്റില്ല. നിസ്കാരം നിർബന്ധമായിട്ടും എപ്പോഴാണോ രക്തം അവസാനിക്കണമെങ്കിൽ, ഇനി 40 കഴിഞ്ഞു, എന്തിനും ഒരു സ്ത്രീക്ക് രക്തം നിന്നില്ല, 60 ദിവസം വരെ പോകാം. 40 കുളിച്ചിപ്പോൾ നിസ്കരിക്കാൻ നല്ല മോശം വിചാരിച്ചിട്ട് നിസ്കരിക്കാൻ പറ്റില്ല. എന്നാണോ രക്തം മുറിയണത് അത് 60 ദിവസം വരെ ആകുന്നതിനിടയ്ക്ക് എപ്പോഴാണെങ്കിലും 59 ദിവസമാണ് ഉറണമെങ്കിൽ 59 ദിവസം നിസ്കരിക്കാൻ പാടില്ല ധാരാളം. അപ്പം 40-ന്റെ അപ്പുറത്തേക്ക് പോയാലും സാധാരണഗതിയിൽ 40 എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് പൊതുവെ സ്ത്രീകൾക്ക് ഉണ്ടാകുന്നതാണ്. ഇന്നത്തെ കാലത്തെ ഹൈദിനെ പോലെ തന്നെ പലപ്പോഴും ഭക്ഷണത്തിൻ്റെയും മറ്റൊക്കെ മാറ്റം കൊണ്ട് ഈ നിഫാസിലും ഒരുപാട് മാറ്റങ്ങൾ വരുന്നതായിട്ട് കാണാം. അതുകൊണ്ട് ആ നിഫാസിൽ മാറ്റം വന്നാലും ആ മാറ്റം വരുന്നതിനനുസരിച്ചുകൊണ്ട് രക്തം വരുന്നതാണ് പരിഗണന, അല്ലാതെ വേറൊന്നുമല്ല. അപ്പോൾ നമ്മൾ ഹൈദിൻ്റെ മസല പറഞ്ഞു, നിഫാസിൻ്റെ മസലയും പറഞ്ഞു, ഇതിൽ മാറ്റം വരുന്നതും പറഞ്ഞു. വളരെ ചുരുക്കി പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് അതിൽ നമ്മൾ സൂചിപ്പിച്ചിട്ടുള്ളത്. ഇനി പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടുന്ന മറ്റൊരു കാര്യമാണ്, ഇതുമായി ബന്ധപ്പെട്ട് ഈ സ്ത്രീകൾക്ക് ഈ ഉംറക്ക് പോകുന്ന സമയത്തുണ്ടാകുന്ന ഒരു വിഷയം കൂടി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇപ്പോൾ പല സ്ത്രീകളും ഉംറക്ക് പോയി ഇഹ്റാം ചെയ്തിട്ട് പിന്നെ ഹൈദുണ്ടായി. അപ്പോൾ അവർക്കൊരു തവാഫ് ചെയ്യാൻ കഴിയില്ല. പിന്നെ അവർ ഹൈദ് കഴിയുന്നത് വരെ പിന്നെ ഇഹ്റാമിൻ്റെ വേഷത്തിൽ അതിലെ നിയമങ്ങളൊക്കെ പാലിച്ചുകൊണ്ടിരിക്കേണ്ടി വരും. അപ്പോൾ അത് വലിയ അപകടമായി ബുദ്ധിമുട്ടായി പലരും സൂചിപ്പിക്കാറുണ്ട്. അതുപോലെ അതങ്ങനെ ചെയ്തൊക്കെ കുടുങ്ങിയിട്ടാണ് ഉസ്താമാർക്ക് ഫോൺ വിളിക്കുക. പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല, അവിടെ ഇഹ്റാമിൽ തന്നെ നിൽക്കേണ്ടി വരും. അപ്പോൾ അതിനുള്ള മാർഗം എന്താണ്? അതിനുള്ള മാർഗം ഈ ചിലപ്പം ഗുളിക കുടിച്ചിട്ടുണ്ടാവും ഇത് ഹൈദ് ഉണ്ടാവാതിരിക്കാൻ. ചിലപ്പോൾ ആ ഗുളിക ലേശം ടൈം തെറ്റിയാൽ ഈ ഗുളിക കുടിച്ചുകൊണ്ടിരിക്കുന്ന ആൾ ഒറ്റ ദിവസം പിടിക്കാൻ നേരം പോയി ചിലപ്പോൾ പൊട്ടി പോകും രക്തം. പുറപ്പെട്ടാൽ പിന്നെ അത് ഇനിയിപ്പോൾ ഹൈദായും ചെയ്തു ഇഹ്റാമിലായിരിക്കും ചെയ്യും. അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടുണ്ടാവും. ഹജ്ജിനൊക്കെ പോകുമ്പോൾ പലപ്പോഴും പ്രയാസം ഉണ്ടാവാൻ. അപ്പോൾ ഇഹ്റാം ചെയ്യുന്ന സമയത്തിൽ തന്നെ, ഇഹ്റാം ചെയ്യുന്ന അവസരത്തിൽ തന്നെ പ്രതിബന്ധങ്ങൾ ഉണ്ടായാൽ ഞാൻ തഹല്ലുലാകും എന്ന് ഇഹ്റാമിൻ്റെ കൂട്ടത്തിൽ കരുതിയാൽ, ഇഹ്റാം ചെയ്യുമ്പോൾ തന്നെ ഞാൻ ഉംറയ്ക്ക് ഇഹ്റാം ചെയ്യുകയാണ്, ഞാൻ ഉംറയ്ക്ക് ഇഹ്റാം ചെയ്യാൻ ഞാൻ ഉംറ ഉദ്ദേശിക്കുന്നു, ഉംറയ്ക്ക് ഇഹ്റാം ചെയ്യുകയാണ്, പ്രതിബന്ധങ്ങൾ ഉണ്ടായാൽ ഞാൻ തഹല്ലുലാകും എന്ന് ആ കൂട്ടത്തിൽ തന്നെ ഒരാൾ നിയ്യത്തിൽ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ അയാൾക്ക് ഇത്തരം പ്രശ്നങ്ങളോ പ്രതിബന്ധികളോ വന്നു കഴിഞ്ഞാൽ മുടി കളഞ്ഞ് തഹല്ലുലാകാം. അതുകൊണ്ട് പ്രശ്നമില്ല, മുടി കളഞ്ഞ് തഹല്ലുലാകാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് അത് ആ സമയത്തിൽ തന്നെ കരുതണം. ആ കാര്യം പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ ഹൈദ് നിഫാസ് കൊണ്ട് ഹറാമാകുന്ന കാര്യങ്ങൾ, അതൊക്കെ ഏകദേശം എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. നിസ്കരിക്കാൻ പാടില്ല, മുട്ടുപൊക്കുന്നതിലുള്ള സ്ഥലങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരുമായിട്ട് ബന്ധപ്പെടാൻ പാടില്ല, അതുപോലെ പള്ളിയിൽ പിന്നെ കയറാൻ പാടില്ല. പള്ളിയിൽ പൊതുവെ സ്ത്രീകൾ വരാത്തതുകൊണ്ട് എന്തെങ്കിലും അത്യാവശ്യ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ഒന്നാട് പോകാൻ പാടില്ല, കയറി നിൽക്കാൻ പാടില്ല. ഇത്തരം കാര്യങ്ങളൊക്കെയാണ് അതിൽ വരിക. അതുപോലെ ഖുർആൻ ഓതലാണ് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം. ഖുർആൻ ഓതാൻ പാടില്ല ഹൈദോ നിഫാസുള്ള ആളുകൾ. ഖുർആൻ ഓതാൻ പാടില്ല, ഖുർആൻ തൊടാൻ പാടില്ല. ഇനി ദിക്റുകളൊക്കെ വേണമെങ്കിൽ ഖുർആൻ വന്ന ദിക്റുകളാണെങ്കിലും അത് ചൊല്ലാം. ഖുർആൻ വന്ന ദിക്ർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉറങ്ങാൻ നേരത്തെ ഇപ്പോൾ ഒരു ദിക്ർ എന്ന നിലയ്ക്ക് യാസീൻ ഓതി ഉറങ്ങുന്ന സ്ത്രീയാണെങ്കിൽ അവർക്ക് ദിക്ർ എന്ന നിലയ്ക്ക് യാസീൻ ഓതി ഉറങ്ങാം. ഖുർആനാണ് എന്ന് കരുതരുത്, ഖുർആൻ ഓതുകയെന്ന് കരുതാൻ മതി. ഉറങ്ങുമ്പോൾ ചെല്ലുന്ന ദിക്റിൻ്റെ ഭാഗമായിട്ട് അങ്ങനെ ചെല്ലിയാൽ മതി. അതാത് റാത്തീബ് പോലെയുള്ളതൊക്കെ സ്ഥിരമായി ചെല്ലുന്ന ദിക്റുകൾ എന്ന നിലക്കാണെങ്കിൽ അതൊക്കെ ചെല്ലാം. വണ്ടിയിൽ കയറുമ്പോൾ ചെല്ലുന്ന ദിക്ർ, അതുപോലെ ഭക്ഷണം കഴിക്കുമ്പോൾ മറ്റൊക്കെ ഒരു ദിക്ർ, ഇങ്ങനെ ഓരോ ദിക്റുകൾ എന്ന അർത്ഥത്തിൽ നമ്മൾ ചെല്ലുന്ന കാര്യങ്ങളാണെങ്കിൽ ആ അർത്ഥത്തിലാണെങ്കിൽ അതിനിപ്പോൾ ഒരു സൂറത്ത് മുഴുവനായാലും അത് വലിയ സൂറത്തായാലും ഒന്നും കുഴപ്പമില്ല. അതൊക്കെ എന്തിൽപ്പെട്ടത് തന്നെയാണ്, ആദ്യകാരികൾപ്പെട്ടതാണ്. അതല്ലാതെ ഖുർആൻ ഓതാൻ പാടില്ല, അതല്ലാതെ അവർ ഖുർആൻ ഓതാൻ പാടില്ല. പിന്നെ ഇവർ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ്, ഹൈദ് നിഫാസുള്ള സമയത്തിൽ റഹ്മത്തിൻ്റെ മലക്കുകൾ അവിടെ ഇറങ്ങുകയില്ല എന്ന് നമ്മുടെ കിതാബുകളിലൊക്കെ കാണാം. ഹൈദ് നിഫാസുള്ള സമയത്തിൽ റഹ്മത്തിൻ്റെ മലക്കുകൾ ഇറങ്ങൂല അവരെടുത്തേക്ക്. അപ്പോൾ അതുകൊണ്ട് അത് പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഉദാഹരണത്തിന് മരണം ഹാജരായ ആളുകളൊക്കെ എടുത്താണെങ്കിൽ അവർക്ക് മാറി നിൽക്കൽ പ്രത്യേകം സുന്നത്താണ്. മരണം ഹാജരായ ആളുകളെടുത്ത് ഹൈദ് നിഫാസുള്ള ആളുകളാണെങ്കിൽ അവർ മാറി നിൽക്കണം. കാരണം എന്താ, അവിടെ റഹ്മത്തിൻ്റെ മലക്കിറങ്ങുന്നതിന് അവരവിടെ ഉണ്ടായ തടസ്സമാകും. വേറെ ആരും ഇല്ലെങ്കിലാണ് കേട്ടോ, ആരുമില്ല. അവർ മരിക്കാനായ ആൾക്ക് ഒരു സ്ത്രീ മാത്രമേ അവർക്ക് ഇപ്പോൾ ഹൈദുണ്ട്. അപ്പോൾ ഇനി ആ റഹ്മത്തിൻ്റെ മലക്കിറങ്ങേണ്ട വിചാരിച്ചാൽ അവർ ഓടി പോകാൻ പാടില്ല. അവിടെ വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ റഹ്മത്തിൻ്റെ മലക്ക് വരുന്നതിന് തടസ്സമാകുന്ന രൂപത്തിൽ നമ്മൾ അവിടെ നിൽക്കരുത്, അവിടെ മാറി നിൽക്കുക. ഉമ്മാൻ്റെ നമ്മൾ സ്വന്തം ആളായിരിക്കും, എന്നാൽ മരിക്കണ സമയം വരുമ്പോൾ മാറി നിൽക്കുക, അവർക്ക് റഹ്മത്തിൻ്റെ മലക്കുകൾ വരാൻ വേണ്ടിയിട്ട്.
ഒരു ഉദാഹരണമാണ്. അപ്പോൾ റഹ്മത്തിൻ്റെ മലക്കുകൾ വരുന്നതിന് അത് തടസ്സമാവാതിരിക്കാൻ വേണ്ടിയിട്ട് സഹോദരിമാർ അത്തരം കാര്യങ്ങൾ കൂടി പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ ഹൈദ് നിഫാസുമായി ബന്ധപ്പെട്ടുള്ള വളരെ പ്രധാനപ്പെട്ട കുറേ മസലകളാണ് നമ്മളിപ്പോൾ ഈ പറഞ്ഞിട്ടുള്ളത്. അത് വിശദമായി പറയണമെങ്കിൽ മണിക്കൂറുകൾ ആവശ്യമാകും. അത്യാവശ്യമായി വരുന്ന കുറച്ച് മസലകളാണ് ഈ രണ്ടെണ്ണത്തിലൂടെയും നമ്മൾ പറഞ്ഞിട്ടുള്ളത്. കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി പഠിക്കാൻ വേണ്ടി നമുക്ക് ശ്രമിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാവട്ടെ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.